ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടാവും. അതെ, ഒന്നിച്ച് ഒരു വഴിക്ക് ഞങ്ങൾ പോകില്ല. നമുക്ക് ചെടീനോട് അത്ര സ്നേഹമായതുകൊണ്ട് ഇതിന് ഇട്ടിട്ട് പോകാൻ ഭയങ്കര വിഷമമാണ്. ആരെങ്കിലും ഒരാള് നമ്മുടെ വീട്ടിൽ വേണം എന്നുള്ള ഇതില് അമ്മച്ചിരിക്കോ അല്ലെങ്കിൽ ഞാൻ ചെടികൾ നോക്കാനായിട്ട് നോക്കാൻ തന്നെ. ഇനിയിപ്പോ വീടിന്റെ ഉള്ളിൽ കയറുമ്പോൾ ചെടികൾ തന്നെയാണോ? അതെ, വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാണ്. വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ വേറൊരു ലോകം. ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാണോ ഈ സംഭവങ്ങളൊക്കെ? ശരിക്കും പറഞ്ഞോട് അവിടെ ഉള്ളത് ഒന്നും ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചൊന്നും ചോദിക്കരുത്, ചേട്ടൻ പ്രശ്നമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണോ നമ്മൾ ഉണ്ടാക്കുന്നതാണോ? ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങളിന്ന് വയനാട്ടിലുള്ളത്. ഷെനലിനെ കാണുമ്പോൾ തന്നെ എവിടെ ഉള്ളതെന്നുള്ളത് വയനാട്ടിലാന്ന് പറയേണ്ട ആവശ്യമില്ല. സുൽത്താൻ ബത്തേരിക്കാരനാണ്. നമ്മൾ ഷെനലിന്റെ 2-3 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1.5 സെന്റ് സ്ഥലത്ത് എത്ര ചെടികൾ? 4300 അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് അവിടെ അല്ല ഉള്ളത്. ഇതെവിടെ സ്ഥലത്ത്? മാനന്തവാടി ചൊവ്വ. മാനന്തവാടിക്കടുത്ത് ചൊവ്വ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇദ്ദേഹം ഇങ്ങനെ ചെടികൾ എങ്ങനെ തേടി പോലെ തന്നെയാണല്ലോ. അങ്ങനെ ഒരു ചെടികൾക്ക് വേണ്ടിയിട്ട് തന്നെ ഷെനലിന്റെ പോലെ തന്നെ സമയം മാറ്റി വെച്ച് ഒരുപാട് കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ട് അങ്ങോട്ട് നോക്കിയേ. അതായത് നമ്മൾ പാഴ്വസ്തു എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉണ്ടല്ലോ, അതൊക്കെ എന്താ പറയാ, ശരിക്കും പറഞ്ഞായിട്ട് നിങ്ങൾ കാണിച്ചിട്ട് കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പറഞ്ഞു. അപ്പൊ ആയിരക്കണക്കിന് ചെടിച്ചട്ടികൾ എന്ന് പറയുന്ന പോലെ തന്നെ ഈ വീടിന്റെ എല്ലാ ഭാഗത്തും ചെടിച്ചട്ടികൾ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. ചെടിച്ചട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ ചട്ടികളൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നൊന്നുമല്ല, ഇതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഇതൊക്കെ ഇവർ തന്നെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞത്, ഇതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ കൗതുകപ്പെടുത്തിയ ഇതാണ്. അതായത് ഒരു പാഴ് വസ്തു എന്ന് പറയുന്ന ആ പാഴ് കുപ്പികളിൽ നിന്ന് ചെടിച്ചട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നോക്കിയേ, ശരിക്കും എല്ലാവരും ഇങ്ങനെ അത് കുളിർമ കാണുന്ന രൂപത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ശരിക്കും ശനല്ലേ, ഇത് ശരിക്കും ഇതൊക്കെ നനച്ചുണ്ടാക്കൽ നീ ചെയ്യുന്ന പോലെ തന്നെ ഒരു കഠിന പ്രയത്നം തന്നെയാണ്. കഠിന പ്രയത്നം മാത്രമല്ല, ഈ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയും കൂടെയാണ്. ചേട്ടാ അവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടാ നമസ്കാരം ഉണ്ട്. എന്താണ് വിശേഷങ്ങള്? സുഖല്ലേ? ബാക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അമ്മയാണോ? അമ്മ നമസ്കാരം. എന്താണ് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? അതെ അല്ലേ? ചേട്ടന്റെ പേര്? സുനിൽകുമാർ. നമ്മുടെ പേര്? എന്റെ പേര് റോസമ്മ. ഇതാ വന്നു ചേച്ചി വന്നു. ചേച്ചി നമസ്കാരം. എന്താണ് വിശേഷങ്ങള്? സുഖാണ്. ഇതെന്താണ് ഈ കാണിച്ചുകൂടി വിട്ടുപറ്റത്? ഷെനൽ പറഞ്ഞു ഇതുപോലെ തന്നെ ചെടികൾ, എന്നെ പോലെ തന്നെ ചെടികളെ സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട്, നമുക്ക് കാണാൻ പോകണം എന്ന് പറഞ്ഞപ്പോ ഇത്ര മാത്രം നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതായത് ഒരു വീട്ടുമുറ്റത്ത് ഇത് മാത്രമല്ല കേട്ടോ, ഇനി വീടിന്റെ ബാക്കിലേക്കാണ് പോകുമ്പോൾ വേറെ ലോകമാണ്. ഇതിന്റെ വീടിന്റെ ഫ്രണ്ട് ഏതാണ് ബാക്ക് ഏതാണെന്ന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ ചെടിയിലേക്ക് വരുന്നത്? ചെടി നടാൻ ആദ്യം മുതൽ ഇഷ്ടമായത് കൊണ്ട് ഇങ്ങനെ നട്ട് അധികമാക്കി കൊണ്ടുവരുന്നത് ആയിരുന്നു. എത്ര വർഷമായിട്ട് ചേട്ടൻ ഇതിന്റെ ബാക്കിൽ? 2.5 വർഷമായിട്ട്. വെറും 2.5 വർഷമായിട്ടുള്ളൂ ഇങ്ങനെ ഈ ഒരു ലോകം ഉണ്ടാക്കാന്. അങ്ങനെ ആദ്യം കുറച്ച് വരുമായിരുന്നു, പിന്നെ ഇങ്ങനെ കൊണ്ടുവരായിരുന്നോ? അതല്ലേ? എത്ര ചെടിച്ചട്ടികൾ എന്ന് പറഞ്ഞ കണക്കല്ലോ ഉണ്ടോ? അതല്ലേ? ആർക്കൊക്കെയാണ് ഈ ചെടികളോട് ഇഷ്ടം? അമ്മക്കാലും ഇഷ്ടം തന്നെയാണോ? എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പത്തിലേ പള്ളിക്കുട്ടി പോയിട്ട് വന്നപ്പോ വീട്ടിൽ നിന്ന് ഒരു ചെടി മേടിച്ചിട്ടുണ്ടോ, 10 മണിച്ചെടി. അത് വീട്ടിൽ കൊണ്ടു വെക്കാൻ മടിച്ചിട്ട് എന്താ ചെയ്തെന്ന് ചോദിച്ചാല് അടുത്തുള്ളവരോ പറമ്പിൽ വെച്ചു പോന്നു. അത് ശരി. പിറ്റേ ദിവസം ഞാൻ വെള്ളക്കുത്തി ചെല്ലുമ്പോ പോകാൻ വേണ്ടി ചെല്ലുമ്പോ ഇത് വിരിഞ്ഞു നിൽപ്പുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇതെല്ലാം തിരിഞ്ഞു നോക്കുവാന്ന്. ഞാൻ എന്നിട്ട് വില്ലാതെ എടുത്തുകൊണ്ടേ വീട്ടിൽ കൊണ്ടുവച്ചു. വീട്ടിൽ കൊണ്ടുവച്ച് ഒത്തിരി പൂവൊക്കെ ഉണ്ടായി. ചെറുപ്പത്തിലുള്ള കാര്യമാണ്. അവിടുന്നാണ് നമുക്കൊരു അതല്ലേ? അങ്ങനെയായിരുന്നു ഈ ഒരു ലോകം തീർത്ത്. ആദ്യം നമ്മൾ തന്നെ ആയിരുന്നു ഇങ്ങനെ കൊണ്ടുവന്ന്, പിന്നെ ഇവർക്ക് എല്ലാവർക്കും പകർന്നു കൊടുക്കായിരുന്നു. പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടം ചെടിയാണ്. അവര് വേറെ ഒരു തരത്തിലുണ്ടാക്കി. എന്താണ് ഈ ബോട്ടിലുകൾ? ഇതൊക്കെ ആരുണ്ടാക്കുന്നതാണ്? ഇരുന്നുണ്ടാക്കൽ തന്നെയാണ്. അതല്ലേ? അത് ശരി. അത് ശരി. ഒരു സ്വന്തമായിട്ട് ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല. ഒരാള് പെയിന്റ് അടിക്കുവാണെങ്കിൽ ഒരാൾ കുപ്പി വളയ്ക്കും, ഒരാൾ കഴുകി വൃത്തിയാക്കി കൊടുക്കും. അങ്ങനെ എല്ലാരും അവരവരെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യും. ഇതേക്കൊന്ന് ശരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ചെടികളുടെ മുകളിൽ തന്നെയാണോ? അതെന്താണ് ശരിക്കും? രാവിലെ മുതല് പന്നിപ്പാമ്പിലെ പണി, വയലിലെ പണി, അടുക്കളയിലെ പണി എല്ലാം കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വന്ന് ചെയ്യുന്ന സമയം. ചുരുക്കം പറഞ്ഞാൽ പലവരും ബോറടിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തിലേക്കൊന്നും പോവാൻ സമയമില്ല, ബോറടിക്കാൻ സമയമില്ല. ഇതായിട്ട് എന്ത് ചെയ്യാന്നുള്ള രീതിയിലാ ചെയ്തോണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ഒരു വെറൈറ്റി ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തോണ്ട്. അതല്ലേ? 24 മണിക്കൂർ തികഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെയാണ് അമ്മ പോകുന്നല്ലേ? അങ്ങനെയാണ്. അതുകൊണ്ട് ഫുൾ ഹാപ്പിയാണ്. എന്താണ് ഈ ചെടി വളർത്തുന്നവരോട് പറയാനുള്ളത്? ശരിക്കും ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യം. അസുഖം ഒന്നും ഓർക്കാൻ, അമ്മമാരാണെങ്കിൽ വയസ്സായി വരുമ്പോ അവർക്ക് ഓരോരോ അസുഖങ്ങളല്ലേ വരുന്നത്, അതൊന്നും അവർക്ക് ഒന്ന് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അമ്മ. അതായത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനൊന്നും ടൈമില്ല. അല്ല അല്ലേ? അസുഖം
വന്നാലും അത് ചിന്തിക്കാനൊന്നും നോക്കാം. സമയമൊന്നുമില്ല ചെടികളെ നോക്കുക. അതെ അല്ലേ? അപ്പൊ നിങ്ങൾ നമ്മൾ എവിടെയൊക്കെ പുറത്തൊക്കെ പോകുമ്പോ ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടാവും. അതെ, ഒന്നിച്ച് ഒരു വഴിക്ക് ഞങ്ങൾ പോകില്ല. നമുക്ക് ചെടീനോട് അത്ര സ്നേഹമായത് കൊണ്ട് ഇത് ഇട്ടിട്ട് പോകാൻ ഭയങ്കര വിഷമമാണ്. അത് ശരി. ആരെങ്കിലും ഒരാള് നമ്മുടെ വീട്ടിൽ വേണം എന്നുള്ള ഇതില് അമ്മച്ചിരിക്കോ അല്ലെങ്കിൽ ഞാൻ ചെടികൾ നോക്കാനായിട്ട് നോക്കാൻ തന്നെ പുറത്ത് പോയാൽ തന്നെ നമുക്ക് ഇവിടെ തിരിച്ചിവിടെ എത്താൻ ഈ ഒരു മിറ്റത്തൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി നമുക്ക് തന്നെ കിട്ടും അല്ലേ? ശരിക്കും ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരു അല്ലെ കാണുമ്പോ തന്നെ. അതെ, കാരണം നിങ്ങളുടെ ആ ഒരു പുഞ്ചിരിയോട് കൂടി പോലെ തന്നെ ആ പൂക്കളൊക്കെ നിൽക്കുന്നു അല്ലെ അല്ലെ അല്ലെന്താ എന്താ പറയാനുള്ളത്? ശരിക്കും നീ കുറെ ചെടികളെ സ്നേഹിക്കുന്നതല്ലേ, നമുക്കൊരു പോസിറ്റീവ് എനർജി ശരിക്കും കിട്ടില്ലേ? പിന്നെ പറയാനുള്ളത് ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ പൈസ മുടക്കുള്ള ചെടികൾ ഏറ്റവും മനോഹരമായിട്ട് വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് വീടിന്റെ ഫ്രണ്ട് ആണെന്നാണ് ഇപ്പൊ നമ്മുടെ ഈ വരുന്നവരുടെ മുഴുവൻ ധാരണ. അല്ലേ? അല്ല, ഇത് ഫ്രണ്ട് അല്ല, ഫ്രണ്ട് അതെ, ശരിക്കും 4 ഭാഗം ഫ്രണ്ടാണ്. ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാണോ ഈ സംഭവങ്ങളൊക്കെ? ശരിക്കും പറഞ്ഞോട് അവിടെ ഉള്ളത് ഒന്നും ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു ചോദിക്കരുത്, ചേട്ടൻ പ്രശ്നമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണോ നമ്മൾ എന്താണ് ഈ ചെടിച്ചട്ടിയൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇത് 3 പീസ് ചട്ടികള്, 3 പീസാണ്. 3 പീസ്, ഇത് 2 ഫില്ലർ. ഈ ഫില്ലറിൽ 3 എണ്ണം ഉറപ്പിക്കായി. അത് ശരി, നല്ല ഭംഗിയുണ്ട്. അതായത് ഇത് സിമെന്റ് ആണോ? മൊത്തം സിമെന്റ്. ഓ, അങ്ങനെ ഒത്തിരി ചട്ടികൾ കാണാം. ഇതും ആ മോഡൽ തന്നെ, ആ ചട്ടി ഉണ്ടാക്കിയ അതേ ഇത് തന്നെ ഉണ്ടാക്കിയത്. ഉള്ളിൽ കൂടി ഒരു പൈപ്പ് കയറ്റി, ഫില്ലറിന്റെ ഉള്ളിൽ കൂടെ പൈപ്പ് കയറ്റി കൊണ്ട് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അതെ അല്ലേ? അമ്പൽച്ചെടി ഇതൊക്കെ നോക്കിയേ, നല്ല ഒരു വയലറ്റ് കളറോട് കൂടി ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറെ മൊയലുകളൊക്കെ ഉണ്ടാക്കി വെച്ചാണ്, കുറെ കുറ്റികളൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. ഇതൊക്കെ നമ്മൾ തന്നെ സിമെന്റിൽ ചെയ്താണ്, ഞങ്ങൾ തന്നെ സ്വന്തം ചെയ്തു. ഓ, ഇനിയിപ്പോ വീടിന്റെ ഉള്ളിൽ കയറുമ്പോൾ ചെടികൾ തന്നെയാണോ? അതെ, വീടിന്റെ ഉള്ളിലേക്കൊന്ന് കയറുകയാണ്. വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ വേറൊരു ലോകം. ഇതൊക്കെ ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ നനയ്ക്കണമെങ്കിൽ 4 പേരിൽ നിന്ന് നനച്ചൊരു ദിവസം കൊണ്ട് തീരില്ലല്ലോ. അത്ര മാത്രമാണ് ഇവിടെ ചെടികൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഉള്ളിലൊക്കെ നോക്കിയേ, ഇതൊക്കെ തൂക്കി. ഇതൊക്കെ എന്തായിരുന്നു സംഭവം? അടിപൊളി. ഇത് അതേപോലെ തന്നെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, പൈനാപ്പിൾ ആണ്. പൈനാപ്പിളിൽ കുറെ ഫ്ലവർ ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. എറിഞ്ഞു കളയുന്ന കുപ്പികളെല്ലാം പറക്കിക്കൊണ്ട് വന്ന് പൂ പോലെ ഉണ്ടാക്കി അതിൽ സെറ്റ് ചെയ്തു. ഒരു കാലത്തും പോവാണ്ട് അവിടെ നിൽക്കും. അയ്യോ, എന്ത് ഭംഗിയാ നോക്കിയേ, അടിപൊളി. ഇവിടെ വേറെ കുറെ ബോട്ടിലുകളുണ്ട്. ലിച്ചിയുടെ ബോട്ടിൽ തോന്നുന്നു അല്ലേ? പക്ഷേ വീടിന്റെ ഫ്രണ്ട് അപ്പൊ ഏതാണ്? വീടിന്റെ ഫ്രണ്ട് അതല്ല ആണ്. അപ്പൊ ഇത് വഴിയാണ് ശരിക്കും കടന്നു വരുന്നത്. ഇങ്ങോട്ട് നോക്കിയതാ, ഇവിടെ വരികയാണെങ്കിൽ ഇവിടെയും കുറെ ചെടികൾ കാണാം അല്ലേ? വീടിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. ഓ, അടിപൊളി. ഇതാ ഇവിടുന്ന് ഇങ്ങനെ വരും. ഇതാ 2 പേര് വേറെ വന്നിട്ടുണ്ട്. ഇത് മക്കളാണോ? പേരൊക്കെ ഒന്ന് പറഞ്ഞേ. അഖിൽ, അലിൻ. ഓക്കെ. അങ്ങനെ വീടിന്റെ തൊട്ടടുത്ത പറമ്പിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ പറമ്പിൽ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ഇവിടെ ഉള്ളത് റോസാപ്പൂ, അതുപോലെ തന്നെ മറ്റ് വിധ ആ ചെടികളൊക്കെയാണ്. ഇതിനൊക്കെ പരിപാലിക്കൽ തന്നെയാണ്. പരിപാലിക്കണം, കിളയ്ക്കണം. വെട്ടി കുറെ നട്ടിട്ടുണ്ട് ഇപ്പം. പിന്നെ വളം ഇട്ട് എല്ലാം ശരിയാക്കിയതാ. അതാ ഇപ്പൊ പൂവില്ലാത്ത, മറ്റേ നിറച്ച് പൂവുള്ളതാ. അത് ഒരുപാട് റോസുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, പലതരത്തിലുള്ള റോസുകളുണ്ട്. കുഴപ്പമില്ലാത്ത രൂപത്തിലൊക്കെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നിൽക്കുന്നിടത്ത് മഴയില്ല കേട്ടോ. സോളാറിന്റെ താഴത്താണ്. സോളാറാണ് അല്ലേ? താഴത്താണ്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ കാണിച്ചു തരായിരുന്നു. ശരിക്കും എത്ര ബോട്ടിലുണ്ട് പറഞ്ഞാൽ അതിനുള്ള കണക്കുണ്ടേ? ഇല്ല, 10,000 എന്ന് പറഞ്ഞിട്ടില്ല. അത്രയൊക്കെ ഉണ്ട്. അതായത് ഇതിന്റെ വീടിന്റെ ബാക്കിൽ ഉള്ളിലൊക്കെ ആയിട്ട് ഈ ഒരു ബോട്ടിലുകളാണ്. അപ്പൊ 10,000 മുകളിൽ ബോട്ടിലുകൾ കടയിൽ നിന്ന്, അതായത് കളയാൻ പറ്റുള്ള ആ ഒരു ബോട്ടിലൊക്കെ കടയിൽ നിന്ന് എടുത്ത് പോരായിരുന്നു അല്ലേ? അപ്പൊ 2 വർഷം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 വർഷം കൂടി കഴിഞ്ഞു വന്ന എന്തായിരിക്കും അവസ്ഥ? തുടങ്ങിക്കൊണ്ടേയിരിക്കും അല്ലേ? അത് തന്നെയാണ്. കാരണം അവരുടെ ആ മുഖത്ത് വരുന്ന ആ ഒരു സന്തോഷം തന്നെയാണ് ദിവസവും ഈ ഒരു ചെടികളുടെ ഇടയിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോ കിട്ടുന്നത് എന്നാണ് ചേട്ടനും ചേച്ചി അമ്മയൊക്കെ പറഞ്ഞില്ല. അമ്മ അങ്ങനെ തന്നെയാണ്. ഞാൻ കാലത്ത് കേട്ടാൽ ചെടിയെല്ലാം വന്ന് നോക്കിയേ പെരക്കത്ത് കയറി പോകും. എന്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കുറെ ചെടികളുടെ വീഡിയോസ് ഒക്കെ കാണാം. ചെടികളെ കുറിച്ച് പഠിക്കണമെങ്കിലൊക്കെ കാണാം. ഇതേമാതിരിയുള്ള വീഡിയോസ് ഒക്കെ കാണാം. ആക്ച്വലി ആ ചാനലിന്റെ പേര് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഗാർഡൻ ബൈ ഷെനിൽ എന്നാണ്. ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ചെടികളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതെ പോകില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ എന്തായാലും ഇനി 2 വർഷമായിട്ട് ഞാൻ ഒന്നുകൂടി വരുന്നുണ്ട്. അപ്പൊ വേറെ ലോകമാക്കണം. ഓ, അങ്ങനെ ആവട്ടെ. ഓക്കെ.